ഒബീസിറ്റി നിയന്ത്രിക്കുന്നതിന് വേണ്ടി നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറ്റുക. അതിലാണ് ഡയറ്റ് കൺട്രോൾ വരുന്നത്. അത് നമ്മൾ ബാർലി, സ്പിനാച്ച്, ക്യാബേജ് അതുപോലെയുള്ള ആഹാരങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ജിഞ്ചർ, പെപ്പർ മുതലായ വസ്തുക്കൾ നമ്മുടെ ആഹാരത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ നമുക്ക് മേധോരോഗത്തിന് നല്ലൊരു എക്സസൈസ് നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. അപ്പോഴാണ് നമുക്ക് അടഞ്ഞുകിടക്കുന്ന സ്രോതസ് തുറന്ന് നമ്മുടെ പ്രോട്ടീൻസ് ശരീരം മുഴുവൻ വ്യാപിക്കുകയുള്ളൂ. അതിനാണ് നമുക്ക് യോഗ വളരെയധികം പ്രാധാന്യമേറിയതാണ്. എക്സസൈസിൽ നമുക്ക് യോഗാസനങ്ങൾ ചെയ്യാം. അതുപോലെ തന്നെ പ്രാണായാമം പ്രാക്ടീസ് ചെയ്യുന്നതും നല്ലതാണ്. നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതാണ് പകലുറക്കം. നമ്മൾ നിർബന്ധമായും അവോയ്ഡ് ചെയ്യണം. അതുപോലെ തന്നെ കൂടുതൽ ഓയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, ഫാറ്റുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, സ്വീറ്റ് മുതലായവ നമ്മൾ നിരോധിക്കേണ്ടതാണ്. ഇതെല്ലാം ചെയ്യുന്നതോടുകൂടി തന്നെ ആയുർവേദത്തിലെ നല്ലൊരു ട്രീറ്റ്മെൻറ്റ് മേധോ രോഗശമനത്തിന് വേണ്ടിയിട്ടുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റിലുള്ള ഉദ്വർത്തനം ഉപയോഗിക്കാം, വമനം ഉപയോഗിക്കാം, വിരേചനം ചെയ്യാം. അതുപോലെ തന്നെ ത്രിഫല തുടങ്ങിയ പല മെഡിസിൻസും മേധോ രോഗത്തെ ശമിപ്പിക്കുന്നതിന് ആയുർവേദത്തിൽ ഉണ്ട്. അടുത്ത വീഡിയോയിൽ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ ആയുർവേദ രീതിയ പറയുന്ന അഗ്നിക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്.